കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷമായി സൗദി അറേബ്യയിൽ തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് മച്ചിലകത്ത് പീഡിയക്കൽ അബ്ദുൽ റഹീമിൻ്റെ മോചനത്തിനായി റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. 33 കോടി രൂപ ബ്ലഡ് മണി അടയ്ക്കാനുള്ള സമയപരിധി ഏപ്രിൽ 16-നാണ് അവസാനിക്കുക. ആവശ്യമായ പണം സംഭരിച്ചിട്ടുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ. അബ്ദുൽ റഹീം തടവിലായി 18 വർഷങ്ങൾക്കു ശേഷം ഈദ് ദിനത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു. ഈ സംരംഭത്തിന് സൗദി തലസ്ഥാനത്തുടനീളമുള്ള വിവിധ സംഘടനകൾ, സാമൂഹിക പ്രവർത്തകർ, വ്യക്തികൾ എന്നിവരിൽ നിന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. റഹീമിൻ്റെ ഉമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ റഹീമിൻ്റെ മോചനത്തിനായി കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി സാമ്പത്തിക സഹായം സമാഹരിച്ച് പ്രചരണം നടത്തിയിരുന്നു. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ തേടി തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെ അദ്ദേഹം യാത്ര ചെയ്തു. കൂടാതെ റഹീമിനെ സഹായിക്കാനുള്ള ശ്രമത്തിൽ നടനും രാഷ്ട്രീയക്കാരനുമായ സുരേഷ് ഗോപിയും ചേർന്നു. കോഴിക്കോട് സ്വദേശിയുടെ അവസ്ഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപി പറഞ്ഞു. 18 വർഷമായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന വ്യക്തിത്വമായിരുന്നു കോഴിക്കോട് ഫറോക്കിലെ മുൻ ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ റഹീമിൻ്റേത്. 2006-ൽ തൊഴിൽ തേടി സൗദി അറേബ്യയിലേക്ക് ചേക്കേറി. അവിടെ റിയാദിൽ ഒരു ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നതിനിടെ ഒരു ഭിന്നശേഷിക്കാരനായ 15 വയസ്സുള്ള ആൺകുട്ടിയെ വീട്ടിനുള്ളിൽ പരിപാലിക്കാൻ ഏൽപ്പിച്ചു. ഒരു ദിവസം റഹീം ആ കുട്ടിയുമായി കാറിൽ പോകുമ്പോൾ ഒരു നിർഭാഗ്യകരമായ സംഭവം അരങ്ങേറി. ട്രാഫിക് സിഗ്നലിൽ ചുവന്ന ലൈറ്റ് അവഗണിച്ച് കാർ മുന്നോട്ട് നീക്കാൻ കുട്ടി റഹീമിനോട് ആവശ്യപ്പെട്ടു. റഹീം വിസമ്മതിച്ചപ്പോൾ കുട്ടി തുപ്പാനും തല്ലാനും തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ വഷളായി. വഴക്കിനിടെ കുട്ടിയുടെ തോളിൽ ഘടിപ്പിച്ച മെഡിക്കൽ ഉപകരണത്തിൽ റഹീം അബദ്ധത്തിൽ സ്പർശിച്ചു എന്നാണ് അറിയുന്നത്. കുട്ടിയെ ശ്വസിക്കാൻ സഹായിച്ച ആ ഉപകരണം കാറിനുള്ളിൽ വീണു. ഒടുവിൽ ആ കുട്ടി ബോധരഹിതനായി മരിച്ചു. കുട്ടിയുടെ കുടുംബം പൊതുമാപ്പ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊലപാതക കുറ്റത്തിന് സൗദി നിയമപ്രകാരം 2018-ൽ വധശിക്ഷ നടപ്പാക്കി. 2022-ൽ അപ്പീൽ കോടതി ഈ വിധി ശരിവച്ചു. പിന്നീട് രാജ്യത്തെ സുപ്രീം കോടതി സ്ഥിരീകരിച്ചു. നിലവിൽ റഹീമിൻ്റെ ശിക്ഷ നടപ്പാക്കുന്നത് കോടതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പകരം ദിയ അഥവാ രക്തപ്പണം സ്വീകരിക്കാൻ മരിച്ച കുട്ടിയുടെ കുടുംബവുമായുള്ള ധാരണയെ തുടർന്ന് സമ്മതിച്ച തുക 15 ലക്ഷം സൗദി റിയാലാണ്, ഏകദേശം 33.24 കോടി രൂപ. ഇത് 2023 ഒക്ടോബർ 16-ന് കരാർ ഒപ്പിട്ടതു മുതൽ 6 മാസത്തിനുള്ളിൽ നൽകണം എന്നാണ് വ്യവസ്ഥ. ഗൂഗിൾ പ്ലേ സ്റ്റോറുകൾ വഴിയും ആക്ഷൻ കമ്മിറ്റി റഹീമിനായി പണം സ്വരൂപിച്ചിരുന്നു. വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും നടനും മന്ത്രിയുമായ സുരേഷ് ഗോപിയും ഇക്കാര്യത്തിൽ ഇടപെട്ടപ്പോഴാണ് കേരളക്കരയിലും ജനങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായി തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ പൗരന്മാർക്ക് സർക്കാർ വിലയും നിലയും കൽപ്പിക്കുന്നതിനാലും അത് കൃത്യമായി പരിപാലിക്കപ്പെട്ടതിനാലുമാണ് റഹീമിന് മരണക്കെണി ഒരുങ്ങിയത്. എങ്കിലും ഒരു ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത ആ നിയമത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇതുവരെ അത് നടന്നില്ല എന്നത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ചോദ്യചിഹ്നമായി ഉയരുന്നു.